ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത് റജബ് മാസമാണ്. ഈ റജബ് മാസത്തിൻ്റെ 27-ാം രാവിൽ ഒരു വലിയ യാത്ര, ആ യാത്ര മക്കയിൽ നിന്ന് ആരംഭിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ പോയി ഭൂമിയിൽ നിന്ന് കോടാനകോടി കിലോമീറ്ററുകൾ താണ്ടി അന്തരീക്ഷത്തിലൂടെ ആകാശങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ ഹദറത്തിൽ ചെന്ന് പറഞ്ഞു. ലോകത്ത് ഇത്ര വലിയ ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവുകയുമില്ല. ഈ ലോകം മുഴുവനും സൃഷ്ടിക്കാൻ ഹേതുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശയാത്ര ചെയ്ത് അള്ളാഹുവിൻ്റെ ഹദറത്തിൽ ചെന്ന് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്താണ് പറഞ്ഞത്? അത്തഹിയ്യാത്തു അൽ മുബാറകാത്തു അസ്സലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ്. ചുരുക്കം അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, എല്ലാം നിനക്കുള്ളതാണ്, എനിക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല, ഞാനൊരു പാവിയായ സാധുവായ നിന്റെ ഒരടിയൻ മാത്രമാണ് ഞാൻ, എല്ലാം നിനക്കുള്ളതാണ്. ഈ തഹിയ്യത്താണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തൊരാൾക്കും ലഭിക്കാത്ത ആ വലിയ നിമിഷം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിന് അള്ളാഹു മറുപടി പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലായികത്ത് പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. വലിയ ഒരു സമ്മേളനം തന്നെയായിരുന്നു അത്. അൽഹംദുലില്ലാഹ്. നാം എല്ലാവരും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എളിയവരായി, വളരെ താഴ്മയോടുകൂടെ എളിയവരായി നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിമിഷങ്ങൾ മുഴുവനും, അതാണ് ഇബാദത്ത്. അൽ ഇബാദത്തു എന്ന് പറയുന്നത് തദല്ലുലും തവാദുവുമാണ്. ഏറ്റവും വലിയ താഴ്മയാണ് ഇബാദത്തിൻ്റെ അതിൻ്റെ കാമ്പ്. അള്ളാഹുവിന് താഴ്മ ചെയ്ത് വളരെ സൗമ്യമായ സ്നേഹത്തിൻ്റെയും, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും ഗുണം കാംക്ഷിക്കുക, എല്ലാവർക്കും നന്മ ചെയ്യുക, എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുക. അങ്ങനെ നല്ല ഒരു അള്ളാഹുവിൻ്റെ സ്വാലിഹായ മുത്തഖിയായ അള്ളാഹുവിൻ്റെ ഒരടിയനായി ജീവിക്കാൻ നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.